ഇന്ന് ഹിസ്റ്ററിയുടെ പോർഷനാണ്. അത് കഴിഞ്ഞ വട്ടം നമ്മൾ 1857 വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഞാൻ പറഞ്ഞല്ലോ 1857 മുതൽ 1947 വരെയാണ് നമുക്ക് സിലബസിൽ, അതായത് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്ന പോർഷനിൽ ചോദിക്കുന്നത്. അപ്പോൾ അതിനിടയിലുള്ള സംഭവങ്ങളാണ് നമുക്ക് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ 1857 വിപ്ലവം പറഞ്ഞു. ഇനി അതിന് ബാക്കിയുള്ള ഭാഗങ്ങളാണ് പറയുന്നത്. ഇത് കൂടുതലും എക്സാം വൈസ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞു പോകുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല. അതിൻ്റെ കഥ പോലുള്ള ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാൻ അങ്ങനെ പറയുന്നെങ്കിൽ അറിയാതെ അങ്ങനെ പോകുന്നുണ്ട്, കഥ പോലെ പോകുന്നുണ്ട്. എന്നാലും കൂടുതലും ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പം 1857 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് ബ്രിട്ടീഷ് രാജ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് രാജ് എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് ആ ഒരു കാലഘട്ടമാണ്. കാരണം 1857 വിപ്ലവത്തിന് ശേഷമാണ് ബ്രിട്ടീഷുകാർക്ക് പിടികിട്ടുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കളി ഇന്ത്യയിൽ ഓവറാവുന്നുണ്ട്. അതിനെതിരെ ജനങ്ങൾ വളരെ സംഘടിതമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട എന്ന രീതിയിലാണ് അവർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പിരിച്ചുവിടുന്നതും വിക്ടോറിയ രാജ്ഞി അഥവാ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ കീഴിൽ ഇന്ത്യയുടെ ഭരണം കൊണ്ടുവരുന്നതും 1857 വിപ്ലവത്തിന് ശേഷം. അങ്ങനെ 1857 വിപ്ലവത്തിന് 1857 തൊട്ട് 1947 വരെയാണ് ബ്രിട്ടീഷ് രാജ് എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ലേറ്റർ പിന്നീട് അറിയപ്പെട്ടത്. അങ്ങനെ 1857 ശേഷം ആ 1857 വിപ്ലവം എന്ന് പറയുന്നത് 1.5 വർഷം നീണ്ടുനിന്ന വിപ്ലവമാണ്. പിന്നീടാണ് അത് അടിച്ചമർത്തപ്പെടുന്നത്. പിന്നീടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിട്ടിട്ട് ബ്രിട്ടീഷ് ക്രൗണിൻ്റെ വിക്ടോറിയ രാജ്ഞിയുടെ കീഴിൽ ഇന്ത്യയുടെ ഭരണം നേരിട്ട് വരുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിൽ ഇന്ത്യക്കാരോട് വളരെ സൗഹൃദപരമായിട്ടുള്ളൊരു ഭരണമൊക്കെ വരും എന്നൊക്കെയാണ് അവർ നമുക്ക് പുറമേ കാണിച്ചത്. എന്നാലും ഈ 1857 വിപ്ലവത്തിന് ശേഷം ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പയറ്റുന്നത്. കാരണം ഇവർക്ക് പിടികിട്ടി. ഇത്രയും ഒരു 1857 വിപ്ലവം എന്ന് പറയുന്നത് അവർക്കൊരു അടിയാണ്. കാരണം ഒരു ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്രയും ഒരു മാസമായിട്ടുള്ളൊരു അറ്റാക്ക് അവർക്ക് നേരിടേണ്ടി വരുവാണ്. അപ്പോൾ അവർ അത് ചിന്തിച്ചു തുടങ്ങി, ഇങ്ങനെയുള്ളൊരു അറ്റാക്ക് ഇനി വരാതെ നോക്കുക. അപ്പോൾ അതിനുവേണ്ടി അവർ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള നയം അവർ കൊണ്ടുവരുവാണ്, അല്ലെങ്കിൽ അവർ നടപ്പിലാക്കുവാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് മാസമായിട്ട് ഇങ്ങനെ ഒരുപാട് കടക്കുമല്ലോ വൈവിധ്യങ്ങൾ. മതപരമാണെങ്കിലും ജാതീയമായാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഇത്രയും ഒരു മാസ് ആൾക്കാരെ ഇങ്ങനെ ഭരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ഒരു വലിയൊരു ശക്തിയായിട്ട് നിലകൊള്ളണമെങ്കിൽ ഒരുപാട് ടെക്നിക്സ് വേണം, എന്നാലേ അവർക്ക് പിടിച്ചുവയ്ക്കാൻ പറ്റത്തുള്ളൂ. അതാണ് പിന്നീട് ബ്രിട്ടീഷുകാർ ചെയ്ത് പോരുന്നത് ഇന്ത്യയിൽ. അവർ പല പല ആക്റ്റുകൾ കൊണ്ടുവരുവാണ്. 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, പിന്നെ 1861 തന്നെ ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട്, ഇങ്ങനെ പല പല ആക്റ്റുകളൊക്കെ പിന്നീട് കൊണ്ടുവരുവാണ്. അവരുടെ ബ്രിട്ടീഷ് സൈന്യത്തിലെ ഈ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള അംശബന്ധത്തിൽ പ്രപ്പോർഷനിലൊക്കെ മാറ്റം വരുത്തുവാണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ പിന്നീട് അവർ നടത്തുവാണ്. അവർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചരിത്രം, സംസ്കാരം തുടങ്ങിയൊക്കെ അവർ പഠിക്കുവാണ്. പിന്നെ സെൻസസ് എടുക്കുവാണ്. ഒരു സെൻസസൊക്കെ ഇവിടെ കൊണ്ടുവരുന്നു. പിന്നെ വിദേശ വെസ്റ്റേൺ എഡ്യൂക്കേഷനൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. അങ്ങനെ സത്യത്തിൽ ഇത് കൊണ്ടുവരുമ്പം ഇന്ത്യക്കാർ വിചാരിക്കുന്നത് നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്, ഇന്ത്യക്കാരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അല്ല, അവർ ബിഹൈൻഡ് ഇതിൻ്റെ എല്ലാം പുറകിൽ ഇന്ത്യക്കാരെ പഠിക്കുവാണ്. ഇന്ത്യയുടെ എത്ര തരം ജാതികളൊക്കെ ഉണ്ട് ഇവിടെ, എങ്ങനെയൊക്കെയാണ് മതപരമായിട്ട് ആൾക്കാർ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത്, ഇപ്പം എവിടെയൊക്കെയാണ് ആൾക്കാർ കൂട്ടം ചേർന്ന് നിൽക്കുന്നത്, എവിടെയൊക്കെയാണ് ആൾക്കാർ ഭിന്നിച്ച് നിൽക്കുന്നത്. ഇങ്ങനെ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുക, ഇന്ത്യയിലെ ആൾക്കാരെക്കുറിച്ച് പഠിക്കുക, ഇന്ത്യയിലെ വൈവിധ്യങ്ങളെക്കുറിച്ച് പഠിക്കുക, സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുക, ചരിത്രത്തെക്കുറിച്ച് പഠിക്കുക. അങ്ങനെ അതുവഴി അവരെങ്ങനെ ഇവിടെ ഒരു ഏക ശക്തിയായിട്ട് നിൽക്കാം എന്നതാണ് അവർ ചിന്തിക്കുന്നത്. ഇന്ത്യക്കാർ ചിന്തിക്കുന്നത് ഇന്ത്യക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഓരോ കാര്യങ്ങളും കൊണ്ടുവരുന്നതാണ്. അതുപോലെ വളരെ കുടില തന്ത്രങ്ങളാണ് ബ്രിട്ടീഷുകാർ പിന്നീട് നടപ്പിലാക്കുന്നത് ഇന്ത്യയിൽ. അങ്ങനെ ഈ തന്ത്രങ്ങൾ ഇവിടെ ഇന്ത്യയിൽ ഇറക്കുമ്പം
ഇന്ത്യക്കാർ മൊത്തം എന്തായാലും പൊട്ടന്മാരല്ല. ഈ തന്ത്രങ്ങളൊക്കെ എന്തിനാണെന്നും ഉള്ള കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു 1870 കാലഘട്ടം ആകുമ്പോഴത്തേക്കും ഇവിടെ സംഘടനകൾ രൂപപ്പെടാൻ തുടങ്ങുവാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ. അതായത് 1870 പൂന സാർവജനിക് സഭ, 1876 ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ, 1884 മദ്രാസ് മഹാജൻ സഭ, 1885 ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ഇങ്ങനെ പല പല സംഘടനകൾ ഇന്ത്യയിൽ രൂപം കൊള്ളുവാണ്. ബ്രിട്ടീഷുകാരുടെ ഈ തന്ത്രങ്ങൾ മനസ്സിലാക്കിയവർ. കാരണം എല്ലാം പൊട്ടന്മാരല്ലല്ലോ. നമുക്ക് ഇങ്ങനെ ഇവർ ഈ ഒരു കാര്യം ഇറക്കിയത് ഇന്ന ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് എന്നറിയാവുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെ പല പല സംഘടനകൾ പല പല പ്രദേശങ്ങളിൽ ഇങ്ങനെ തലവെക്കാൻ തുടങ്ങി ഒരു 1870 കാലഘട്ടം ആയപ്പോഴത്തേക്കും. ഇതെല്ലാം നമ്മുടെ ദേശീയതയെ വളർത്തുന്നതിൽ പിന്നീട് വളരെ സ്വാധീനം ചെലുത്തിയ ഒന്നാണ്. അങ്ങനെയാണ് ഈ സംഘടനകൾ രൂപം കൊള്ളുന്ന ആ സമയത്ത് അങ്ങനെ 1885 ഡിസംബർ 28 ഇൻ്റർനാഷണൽ കോൺഗ്രസ് INC രൂപീകൃതമാവുകയാണ്. അറിയാലോ, INC നമ്മളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു സംഘടനയാണ് INC. അങ്ങനെ 1885 ഡിസംബർ 28 ഇൻ്റർനാഷണൽ കോൺഗ്രസ് രൂപീകൃതമാവുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ് വിപ്ലവം കഴിഞ്ഞ കാര്യം പറഞ്ഞു. എന്നിട്ട് അവർ പിന്നീട് ഡയറക്റ്റ് ക്രൗണിൻ്റെ കീഴിൽ ഇന്ത്യ വന്ന കാര്യം പറഞ്ഞു. പിന്നീട് ഇന്ത്യക്കാരുടെ സൗഹൃദപരമായിട്ടാണ് ബ്രിട്ടീഷുകാർ ആ വിപ്ലവത്തിന് ശേഷം പെരുമാറിയെന്ന് പറഞ്ഞ് അവർ പല പല ആക്ടുകൾ ഇവിടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. പക്ഷേ അവർ നടപ്പിലാക്കിയ കാര്യങ്ങളെല്ലാം ഒരു പിന്നിൽ വേറെ ഒരു ഉദ്ദേശമുണ്ട്. ഇന്ത്യക്കാരെ വിഭജിച്ച് ഭരിക്കുക, ഇവിടെ ഏക ശക്തിയായിട്ട് നിലകൊള്ളുക, ഇന്ത്യയെ മൊത്തം പിടിച്ചടക്കുക, ഇവിടെ സമ്പത്തെല്ലാം ചൂഷണം ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഈ തന്ത്രങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ആൾക്കാർ ഇന്ത്യയിൽ ഉണ്ടാവുകയും അങ്ങനെ പല പല സംഘടനകൾ 1870 കാലഘട്ടത്തിൽ ഉണ്ടായി വരികയും ചെയ്തു. അതിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ 28 രൂപം കൊണ്ടു. ഇത്രയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അത് ഇമ്പോർട്ടൻ്റ് ഉള്ള സെക്ഷനാണ് INCയുടെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞാനിതിൻ്റെ കൂട്ടത്തിൽ പറയട്ടെ. അതായത് ഞാനിപ്പോൾ ഈ ആഡിയോയിൽ ഈ കഥ പോലെ പറയുന്നുണ്ട്. കഥ പോലാണ് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കഥ പോലാണ് പറഞ്ഞു പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ക്വസ്റ്റ്യൻസും പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിപ്പം ഹിസ്റ്ററി ഒട്ടും അറിയാത്ത അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്ത ആളെന്ന് വെച്ചോ. അപ്പം ഞാൻ കുറച്ച് കഥ പോലെ പറയുന്നത് കൊണ്ട്, അതായത് ക്വസ്റ്റ്യൻ ആൻസർ ചുമ്മാ പറഞ്ഞിങ്ങനെ പോകുന്നതിന് പകരം ഞാൻ കഥ പോലെ പറയുന്നത് കൊണ്ട് ഈ കേൾക്കുമ്പം നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു പാടില്ലായ്മയൊക്കെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലാതെ എക്സ്ട്രാ വായിക്കാവുന്നതാണ്. അപ്പോൾ 1857 മുതൽ 1947 വരെയുള്ള പരിപാടികളേ ഉള്ളൂ നമ്മുടെ സിലബസിൽ. അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ വട്ടത്തെ ആഡിയയിലായാലും ഇപ്രാവശ്യത്തെ ആഡിയയിലായാലും ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാവുന്നതാണ്. കാരണം ഞാൻ അതിൽ ബേസിക്കായിട്ട് ഇങ്ങനെ ഒരു ചെറിയ കഥ പോലെ കണക്ട് ചെയ്തെല്ലാം കൊണ്ടുപോകുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാൻ പറയാത്ത പോർഷൻസ് നിങ്ങൾക്ക് കവർ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ INC ഇൻ്റർനാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോഴത്തേക്കും അത് ഒരു ഭീഷണിയായിട്ടൊന്നും അല്ല ഈ ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. കാരണം AO ഹ്യൂമാണ് അതിൻ്റെ സ്ഥാപകൻ. ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ AO ഹ്യൂമാണ്, ആലൻ ഒക്ടേവിയൻ ഹ്യൂം. അപ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ തന്നെയാണ് അതിൻ്റെ സ്ഥാപകനും. അപ്പോൾ ഈ INC രൂപീകൃതമാകുമ്പോഴത്തേക്ക് അവർ വിചാരം ഒരു പ്രതിപക്ഷം, ഒരു നല്ലൊരു പ്രതിപക്ഷം അപ്പുറത്തിരുന്നോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു പ്രതിപക്ഷം അപ്പുറത്തിരിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്കൊരു തോന്നൽ, അതായത് ഞങ്ങളുടെ ഈ പരാതികളും കാര്യങ്ങളും, അതായത് ഞങ്ങളെ പ്രതിനിധീകരിച്ച് ഒരു പ്രതിപക്ഷം അവിടെ ഉണ്ട്, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ കേൾക്കുന്നുണ്ട് ത്രൂ ആ പ്രതിപക്ഷം. അപ്പം അങ്ങനെയാണ് INCയെ ഈ ബ്രിട്ടീഷുകാർ കരുതിയിരുന്നത്. പക്ഷേ അത് ലേറ്റർ അത് അങ്ങനെ അല്ലാന്ന് പിന്നീട് കാലം തെളിയിക്കുകയാണ് ചെയ്തത്. അപ്പം ഈ INC രൂപീകൃതമായിട്ട് ഇവർക്ക് സമ്മേളനങ്ങളുണ്ട്. അത് നമുക്ക് പ്രത്യേകം പഠിക്കാനുള്ള ഒരു പോസ്റ്റാണ് സമ്മേളനങ്ങൾ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് സമ്മേളനങ്ങൾ. ഓരോ സമ്മേളനങ്ങൾ നടന്ന വർഷവും അത് എവിടെ വെച്ച് നടന്നു എന്നുള്ള INCയുടെ അത് പ്രത്യേക അതൊരു കോഡ് വൈസ് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കോഡ് വൈസ് അങ്ങ് പഠിച്ച് വെച്ചിരുന്നാൽ പിന്നെ ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് പറയണ്ട. അപ്പം ഇപ്പം ഞാൻ ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ പറയുവാണ്. ഇപ്പം ഏകദേശം എന്തോന്ന് പിടികിട്ടി കാണുമല്ലോ. അപ്പം INC രൂപീകൃതമായത് 1885 ഡിസംബർ 28
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ അലൻ ഒക്ടേവിയൻ ഹ്യൂം, എയോ ഹ്യൂം. പിന്നെ INC-യുടെ ആദ്യ പ്രസിഡന്റ് അത് WC ബാനർജി. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. INC-യുടെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി. INC-യുടെ രൂപീകരണത്തിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന സംഘടന ഇന്ത്യൻ നാഷണൽ യൂണിയൻ 1884. അതായത് ഈ INC ഇതിനു മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ്. 1884 അത് രൂപീകൃതമാകുന്നത്. പിന്നെ INC-യുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം പൂനെ, പക്ഷേ നടന്നത് ബോംബെ, അവിടുത്തെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ് നടക്കുന്നത്. പിന്നെ വേറൊരു ചോദ്യമാണ് കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം സുരക്ഷാ വാൽവ് സിദ്ധാന്തം, സേഫ്റ്റി വാൽവ് തിയറി. കോൺഗ്രസ് രൂപീകരിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ അത് ഏതിനെ അടിസ്ഥാനമാക്കി ഏത് സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയാണ് ആ രൂപീകരണത്തെ പറയുന്നത്? അത് സേഫ്റ്റി വാൽവ് തിയറി അഥവാ സുരക്ഷാ വാൽവ് സിദ്ധാന്തം. അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് എയോ ഹ്യൂം. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധി പ്ലേഗ്. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 72 പേരാണ് ആദ്യം പങ്കെടുത്തിരുന്നത് ആ സമ്മേളനത്തിൽ. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ള. സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം 1905 സമ്മേളനം. ഞാൻ പറഞ്ഞല്ലേ, സമ്മേളനങ്ങൾ പല വർഷങ്ങളെ നമുക്ക് പഠിക്കാനുണ്ട്. അത് പ്രത്യേക സെക്ഷനാണ്, നമുക്ക് പ്രത്യേകം പഠിക്കാം. എന്നാലും സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം എന്താണെന്ന് വെച്ചാൽ 1905 സമ്മേളനമാണ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനം. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1912 ബങ്കിപ്പൂർ സമ്മേളനം. സമ്മേളനങ്ങൾ ഒരുപാടുണ്ട്. ഇതിൽ ഈ ഗാന്ധിജിയും നെഹ്റുവും പങ്കെടുത്ത സമ്മേളനത്തിൻ്റെ പേര് ഒന്ന് ഓർത്ത് വച്ചേക്കാം. അപ്പോൾ ഈ INC-യുടെ രൂപീകരണമൊക്കെ കഴിഞ്ഞ് അതിനകത്ത് ഈ ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നത് അന്ന് മിതവാദികളാണ്, മിതത്വം പാലിക്കുന്നവരാണ്. അതായത് ഈ പിന്നെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം, പ്രമേയം കൊടുത്ത് അപേക്ഷിക്കുക, പ്രാർത്ഥന, ഇങ്ങനെ കൂടിയിരുന്ന് ഇങ്ങനെ പ്രതിഷേധിക്കുക, അങ്ങനെയുള്ള മിതത്വം പാലിക്കുന്നവരുടെ ഒരു സംഘടനയായിരുന്നു അന്ന് INC. അതിൽ ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മെഹ്തയാണ് കേട്ടോ, ഫിറോസ് ഷാ മെഹ്ത, സുരേന്ദ്രനാഥ് ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഇവരൊക്കെയാണ് മിതവാദികൾ. പിന്നീട് 1900 കാലഘട്ടം തൊട്ട് അപ്പോൾ ഈ മിതത്വം ആണ് ഇവർ, മിതവാദികളാണ് കോൺഗ്രസ്സുകാർ. അപ്പോൾ ഇവർ പ്രമേയങ്ങൾ പാസ്സാക്കുന്നു. അപ്പോൾ ആദ്യമൊക്കെ ബ്രിട്ടീഷുകാരൊന്നും നോക്കും, അതിൻ്റെയൊക്കെ ചെയ്യും. പിന്നീട് വലിയ മൈൻഡൊന്നും കൊടുക്കത്തില്ല മിതവാദികളെ. അങ്ങനെ കോൺഗ്രസ്സിൽ 1900 തൊട്ട് പിന്നെ തീവ്രവാദി എന്നൊക്കെ പറയുന്ന തീവ്ര സ്വഭാവമുള്ള ആൾക്കാരും വരുവാണ്. അത് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്, പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാം. തീവ്ര സ്വഭാവമുള്ളവരും മിത സ്വഭാവമുള്ളവരും INC തന്നെ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കോൺഗ്രസ്സിൽ. പിന്നെ അടുത്ത പ്രസിഡന്റുമാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് നമ്മൾ പറഞ്ഞായിരുന്നു WC ബാനർജിയാണ്. പിന്നെ INC-യുടെ ആദ്യ പാഴ്സി മതക്കാരനായ പ്രസിഡന്റ് ദാദാഭായ് നവറോജിയാണ്. അത് നമ്മൾ സമ്മേളനങ്ങളുടെ കാര്യം പറയുമ്പോഴും പഠിക്കും. INC-യുടെ ആദ്യ പാഴ്സി മതക്കാരനായ പ്രസിഡന്റ് ദാദാഭായ് നവറോജി. INC-യുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി. പിന്നെ INC-യുടെ ആദ്യ വിദേശി പ്രസിഡന്റ് ജോർജ് യൂള്. പിന്നെ INC-യുടെ പ്രസിഡന്റ് രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ. 2 പ്രാവശ്യം INC-യുടെ പ്രസിഡന്റായ വിദേശി സർ വില്യം വെഡർബേൺ. പിന്നെ INC-യുടെ പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ഇമ്പോർട്ടൻ്റ് ആണ്, P അനന്തചാർലു. INC-യുടെ പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ P അനന്തചാർലു. അത് നമ്മൾ സമ്മേളനങ്ങളുടെ കോഡ് വൈസ് പഠിക്കുന്ന ആഡിയോയ്ക്കകത്തും ഈ പേരുണ്ട്, P അനന്തചാർലു. 2 തവണ INC പ്രസിഡന്റ് ആദ്യ വ്യക്തി WC ബാനർജി. 2 പ്രാവശ്യം INC പ്രസിഡന്റായ വിദേശിയാണ് നമ്മളെ സർ വില്യം
വെഡർബേൺ പറഞ്ഞത്. 2 തവണ INC പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് WC ബാനർജി. INCയുടെ പ്രസിഡന്റായ 3ാമത്തെ വിദേശി ആൽഫ്രഡ് വെബ്. INCയുടെ പ്രസിഡന്റായ ആദ്യ വിദേശി ജോർജ് യൂള്. INCയുടെ പ്രസിഡന്റായ 2ാമത്തെ വിദേശി വില്യം വെഡർബേൺ. 3ാമത്തേത് ആൽഫ്രഡ് വെബ്. INCയുടെ പ്രസിഡന്റായ ആദ്യ മലയാളി C ശങ്കരൻ നായർ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം 1929 ഡിസംബർ 31. ഈ ലാഹോർ സമ്മേളനം എന്ന പേര് വർഷം ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം. അത് ആ ത്രിവർണ്ണ പതാക ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ ഉയർത്തിയത് നെഹ്റുവാണ്. പിന്നെ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. അപ്പോൾ കൊൽക്കത്ത സമ്മേളനം, ലാഹോർ സമ്മേളനം. ത്രിവർണ്ണ പതാക ഉയർത്തിയത് ലാഹോർ സമ്മേളനം. വന്ദേ മാതരം പാടിയത് കൊൽക്കത്ത സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനം. അപ്പം വന്ദേ മാതരവും ജനഗണമനയും കൊൽക്കത്ത സമ്മേളനം തന്നെയാണ്. വർഷത്തിലാണ് വ്യത്യാസം. വന്ദേ മാതരം 1896 ജനഗണമന 1911. രണ്ടും കൊൽക്കത്ത സമ്മേളനം തന്നെയാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി. ഈ റഹ്മത്തുള്ള സയാനി എന്നൊക്കെ പേര് നമുക്ക് പിന്നീട് വരുന്നതാണ്, ഓർത്ത് വെച്ചാൽ നല്ലതാണ്. പിന്നീട് INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ് ആണ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ആനി ബെസന്റാണ് INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ്. ഇന്ത്യക്കാരിയായിട്ടുള്ളത് സരോജിനി നായിഡുവാണ്. ഇപ്പം നമ്മൾ ഏകദേശം 1900 റേഞ്ച് വരെ എത്തി. 900 ആ റേഞ്ച് വരെ നമ്മൾ പറഞ്ഞെത്തി. ഇനി അങ്ങോട്ടുള്ള 1900-ത്തിനപ്പുറത്തുള്ളതാണ് ബംഗാൾ വിഭജനം. അത് അങ്ങനെ കുറച്ച് പോർഷനാണ് ഇനി വരുന്നത്. അപ്പോൾ ഇത് തൽക്കാലം INC കൊണ്ട് നിർത്തുവാണ്. ഓക്കെ.